ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയിട്ടുള്ള ഇന്നത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് 9th ജാനുവരി 2025 ആണ്. സോ ഒരു ദിവസം കൂടി ഈ ആഴ്ച നമുക്ക് ട്രേഡിംഗ് ബാക്കിയുണ്ട്. ഇന്നും നിഫ്റ്റി താഴോട്ട് തന്നെയാണ്. നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നഷ്ടത്തോടു കൂടി തന്നെയാണ്. 162 പോയിന്റ് നഷ്ടത്തോടു കൂടിയാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ ആയിട്ടുള്ള നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 23,526 വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാലും 528 പോയിന്റ് നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ബാങ്ക് നിഫ്റ്റി എല്ലാ ഇൻഡെക്സുകളിലും പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ നെഗറ്റീവാണ്. FIIസിൻ്റെ സെല്ലിംഗ് തന്നെയാണ് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. 7,171 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIIസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒരു പരിധിവരെ മാർക്കറ്റിനെ താങ്ങി നിർത്തുന്നു. 7,640 കോടി രൂപയുടെ ബൈങ് ആണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. സോ ഒരവസരത്തിൽ മാർക്കറ്റിൽ നിഫ്റ്റി റിക്കവറി ശ്രമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിക്കവറി ചെയ്യുന്നു. അതേസമയത്ത് വീണ്ടും പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് വരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക്, പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് കാണുന്നത്. പല ഇതായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഏർണിങ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അത്രേ. പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റ് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകുന്നത്. ഒന്ന്, ജനുവരി 20-നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണം തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകളൊക്കെ തന്നെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ FIIസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് ചെയ്യുന്നു. അത് എന്ത് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US ബോണ്ട് ഈൽഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ല റിട്ടേൺ കിട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 5% മുകളിലാണ് ബോണ്ട് ഈൽഡ് വരുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇത്രയും വാല്യുവേഷൻ വൈസ് ഹൈ ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിൽ നിന്നും അവർക്ക് റിട്ടേൺ കിട്ടുന്ന സ്ഥലത്തേക്ക്, സേഫ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന സ്ഥലത്തേക്ക് മാർക്കറ്റിൽ നിന്നും ഒരു തരത്തിൽ ഫണ്ട് വലിയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നീട് പല എമർജിങ് മാർക്കറ്റുകളിലേക്കും ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുമുണ്ട്. അവർ ഒരു നിക്ഷേപത്തിനായിട്ട് വന്നിരിക്കുന്നത് ലാഭം ഉണ്ടാക്കാനാണ്. അപ്പോൾ ലാഭം എവിടെ കിട്ടുന്നോ അവിടത്തേക്ക് അവർ മുന്നോട്ട് പോകും. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കുറച്ച് വാല്യുവേഷൻ വൈസ് ഹൈ ആയിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം 2024 നല്ല രീതിയിലുള്ള റിട്ടേൺ വന്നു കഴിഞ്ഞു. അപ്പോൾ അവരുടെ ലാഭം നോക്കി മുന്നോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറൊരു മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നമ്മുടെ വാല്യുവേഷൻ കംഫർട്ടബിൾ ആവണം, അല്ലെങ്കിൽ അവിടുത്തെ ബോണ്ട് ഈൽഡ് കുറയണം. എന്നാൽ മാത്രമാണ് നമുക്ക് FIIസിനെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുക. അറിയില്ല എത്ര കാലം നമുക്ക് പിടിച്ച് ഈ FIIC കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈങ് തുടരുമെന്നുള്ളത്, സെല്ലിംഗ് തുടരുമെന്നുള്ളത്. ഏതായാലും ഇന്നത്തെ ഡാറ്റയും നെഗറ്റീവ് തന്നെയാണ് കാണിക്കുന്നത്. നമുക്കിനി പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ബഡ്ജറ്റാണ് നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ട്, ട്രംപിൻ്റെ പോളിസിയും കാര്യങ്ങളൊക്കെ 20-ന് ശേഷം എന്താണ് അദ്ദേഹം അനൗൺസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് 23,350 ടു 23,400 എന്ന് പറയുന്ന ഇപ്പോഴത്തെ പോയിന്റിൽ നിന്നും ഏകദേശം ഒരു 100-150 പോയിന്റ് സപ്പോർട്ട് സോൺ ആയിട്ടാണ് ഉള്ളത്. അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഈ അവസരത്തിൽ അത്രയും വലിയ നെഗറ്റീവ് ന്യൂസോ മറ്റോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് സൈഡ് വൈസ് മൂവ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. അതേസമയം അപ്സൈഡ് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് എല്ലാ സെഗ്മെൻറ്റിലും വരുന്നു. ഇനി FIIസിൻ്റെ കൂടെ സെല്ലിംഗ് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വീക്ക്നെസ് ഹയർ ലെവലിൽ അനുഭവപ്പെട്ടേക്കാം. 23,750 ടു 23,800 മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ളത്. സോ 23,800 അപ്പർ സൈഡിലും 23,350 ലോവർ സൈഡിലുമുള്ള ഒരു ട്രജക്ടറിയാണ് ഇപ്പോൾ നിഫ്റ്റിക്കുള്ളത്. ഈ രണ്ട് ഭാഗങ്ങളിലേക്കുള്ള വൺ സൈഡ് മൂവും മാർക്കറ്റിൽ വീണ്ടും ഒരു റാലിയോ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ്സോ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളിലൊക്കെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുമുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പോസിറ്റീവായിട്ടാണ് വരുന്നത്. അതിലിപ്പോൾ TCSൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. TCSൻ്റെ റിസൾട്ട് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അതായത് TCSൻ്റെ കമൻട്രി, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന കമൻട്രി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിച്ചത്. 75 രൂപയോളം ഏകദേശം ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. 65 രൂപ സ്പെഷ്യൽ ഡിവിഡൻഡും 10 രൂപ നോർമൽ ഡിവിഡൻഡുമായിട്ടാണ് Q3 സ്ട്രോങ് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. റവന്യൂ നോക്കിയാൽ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. അതുപോലെ തന്നെ EBITDA മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. റിസൾട്ട് വിലയിരുത്തുന്ന സമയത്ത് TCSലെ റവന്യൂ 5.6% വർധനവാണ് സെയിൽസിൽ ഒരു വർഷം കൊണ്ട് വന്നിരിക്കുന്നത്. അതേസമയം 4.5% വർധനവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും വന്നിരിക്കുന്നത്. പ്രോഫിറ്റിൽ 12,380 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി നേടിയിരിക്കുന്നത്. 5.5% വർധനവാണ്. നെറ്റ് മാർജിൻ 19.4%. ഡിവിഡൻഡ് 76 രൂപ, അതായത് 66 രൂപയുടെ സ്പെഷ്യൽ ഡിവിഡൻഡും 10 രൂപ നോർമൽ ഡിവിഡൻഡുമായിട്ട് 76 രൂപയാണ് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
നല്ല ഗ്രോത്ത് ഔട്ട്ലുക്കും അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിൻ്റെ തിരിച്ചുവരവും കമ്പനീൻ്റെ ഗ്രോത്തിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് അങ്ങോട്ടും നല്ല പാർട്ട്ണർഷിപ്പും കാര്യങ്ങളും AI ഡെവലപ്മെൻറ്റ്സിനൊക്കെ തന്നെ കമ്പനി പ്രാധാന്യം കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും TCSൻ്റെ റിസൾട്ട് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. അതുപോലെ തന്നെ ടാറ്റ എലക്സിയുടെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ടാറ്റ എലക്സി മിക്സ്ഡ് റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 13% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റവന്യൂ 2% കുറവാണ്. EBITDA 8% കുറവാണ്. മാർജിൻ 23.5% അത് 25 ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 23.25 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 26.76% കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. സോ സ്ലൈറ്റ് വേരിയേഷനാണ് മാർജിനിലും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ കമൻട്രി വളരെ പോസിറ്റീവായിരുന്നു. ഹെൽത്ത് കെയറിൽ, ലൈഫ് സയൻസിലൊക്കെ തന്നെ 1.1% ക്വാർട്ടർ ഓൺ ഗ്രോത്ത് കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ട്. AI പവേർഡ് സൊല്യൂഷൻസിൽ വളരെ സ്ട്രോങ് പ്രസൻസ് കമ്പനിക്കുണ്ടെന്നൊക്കെ അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്നത് ഗോൾഡ് ജ്വല്ലറി സെഗ്മെൻറ്റിൽ നിന്നുള്ള സെൻകോ ഗോൾഡിൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് തോന്നി. അത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് സെൻകോ ഗോൾഡിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഫുൾ കമൻട്രി വന്നിരിക്കുന്നത്. സോ സെൻകോ ഗോൾഡ് വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് ജെഫ്രിയുടെ ഭാഗത്തുനിന്നാണ്. ജെഫ്രിയുടെ ഭാഗത്ത് ഒരു തിമാറ്റിക് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. തീം എന്ന് പറയുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം സെഗ്മെൻറ്റിലാണ് ജെഫ്രി വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിരിക്കുന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൽ 3-4 കമ്പനികളെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണിനനുബന്ധിച്ചും ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടും ഇനി അങ്ങോട്ടും വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് ജെഫ്രി അവകാശപ്പെടുന്നത്. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന 3-4 ഓഹരികളിൽ ഒന്ന് ഇൻഡിഗോ എയർലൈൻ, ഏവിയേഷൻ സെക്ടറിൽ നിന്നുള്ള ഇൻഡിഗോ എയർലൈൻ തന്നെയാണ്. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തെ മൊത്തം ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ സെഗ്മെൻറ്റിൽ ഏവിയേഷൻ ബിസിനസ്സിൽ 60%-ലധികം മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ. കമ്പനിയുടെ Q2 കുറച്ച് മോശമായിരുന്നെങ്കിലും പിന്നീട് അതിനുള്ള കറക്ഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. സോ ഇവിടെ നിന്ന് Q3 വളരെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് ജെഫ്രിയുടെ അഭിപ്രായം. അവരാദ്യം 5,000 രൂപ പറഞ്ഞിരുന്ന ടാർഗറ്റ് 5,260 രൂപയായിട്ട് ടാർഗറ്റ് ഉയർത്തിയിരിക്കുകയാണ് ജെഫ്രി ഇൻ്റർഗ്ലോബ് ഏവിയേഷന്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനി പറഞ്ഞിരിക്കുന്നത് ജെഫ്രി ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. ഇന്ത്യൻ ഹോട്ടൽസിൽ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൽ ഇന്ത്യൻ ഹോട്ടൽസ് ഒരു പ്രീമിയം വാല്യുവേഷനിലാണെങ്കിലും ആ പ്രീമിയം വാല്യുവേഷൻ തുടരുമെന്നും അതുപോലെ 900 രൂപ ഉണ്ടായിരുന്ന ടാർഗറ്റ് ഉയർത്തി അവർ 1000-ന് മുകളിലേക്കാണ് ഇന്ത്യൻ ഹോട്ടൽസിന് കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്, അതുപോലെ ട്രാവൽ ആൻഡ് ടൂറിസം, മറ്റേ ബിസിനസ് ട്രാവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നത് ഇന്ത്യക്ക് ഗുണമാകും. അതുപോലെ ഒരു പ്രീമിയം ഹോട്ടൽ എന്ന നിലയിൽ ഇന്ത്യൻ ഹോട്ടൽസിന് അതിൻ്റെ എല്ലാതരം ബെനിഫിറ്റും കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. സോ അവരുടെ ഇന്ത്യൻ ഹോട്ടൽസിൻ്റെയും ടാർഗറ്റ് 900-ൽ നിന്നും 1000-ആയിട്ട് അവർ ഉയർത്തുകയാണ് ചെയ്തത്. മറ്റൊന്ന് GMR എയർപോർട്ടാണ്. GMR എയർപോർട്ടിന് 106 രൂപയുടെ ടാർഗറ്റാണ് ജെഫ്രി കൊടുത്തിരിക്കുന്നത്. അവരും പറയുന്നത് ഡൽഹി, ബോംബെ, അതുപോലെ തന്നെ ഇപ്പോൾ ഗോവ പോലുള്ള എയർപോർട്ടുകളിൽ പ്രധാന പ്രസൻസ് ഉള്ളൊരു കമ്പനി കൂടിയാണ് GMR. അത് കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രാവൽ പ്രസൻസാണ് ഇന്ത്യയിലുള്ളത്. ഇത് കമ്പനിയെ ഗുണം ചെയ്യും എന്നുള്ളതും പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയായിട്ടുള്ളത് TBO ടെക്കാണ്. TBO ടെക്കിൻ്റെ ഗ്രോസ് ട്രാൻസാക്ഷൻ വാല്യൂവിലും അവരുടെ ഹോട്ടൽ ബിസിനസ്സും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് റവന്യൂവിൽ. അപ്പോൾ TBO ടെക്കും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ബെനിഫിഷ്യറി ആവാൻ സാധ്യതയുണ്ടെന്നാണ് ജെഫ്രി അവകാശപ്പെടുന്നത്. സോ 4 കമ്പനികളെയാണ് ഈ ഒരു തിമാറ്റിക് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ജെഫ്രീസ് അടുത്ത ഒരു വർഷത്തേക്ക് കൊണ്ടുവരുന്നത്. അതിലൊന്ന് GMR എയർപോർട്ട്, മറ്റൊന്ന് TBO ടെക്ക്, അതുപോലെ തന്നെ ഇന്ത്യൻ ഹോട്ടൽ, ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ. ഇത്രയും കമ്പനികളെയാണ് ജെഫ്രി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ട് ജെഫ്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഇന്ത്യയിൽ കൂടി വരുന്നു എന്നുള്ളതാണ്. അതിൽ അവർ കവറേജ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന 2 ഓഹരികളിലാണ്. ഒന്ന് മൈക്രോടെക് ഡെവലപ്പേഴ്സാണ്. മൈക്രോടെക് ഡെവലപ്പേഴ്സിന് 1530-ൽ നിന്നും 1615 രൂപയായിട്ട് അവർ ടാർഗറ്റ് ഉയർത്തിയിരിക്കുന്നു. മറ്റൊന്ന് DLF ആണ്. DLFിൻ്റെ 1000 രൂപയാണ് ടാർഗറ്റ്. DLF നമ്മുടെ ദീപാവലി പിക്ക് കൂടിയായിരുന്നു. അതിനുശേഷം നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ കറക്ഷനിലേക്ക് വിധേയമായിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് റിയൽ എസ്റ്റേറ്റ് സ്പേസിൽ നല്ലതായിട്ടുള്ള തോന്നുന്ന ഒരു സ്റ്റോക്ക് തോന്നുന്നത് DLF തന്നെയാണ്. DLFിന് ഇന്ന് ജെഫ്രിയുടെ റിപ്പോർട്ടിൽ പ്രകാരവും 1000 രൂപയ്ക്ക് മുകളിലാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്
അവർ പറയുന്നത് ഗോദ്രേജ് പ്രോപ്പർട്ടിയാണ്. ഗോദ്രേജ് പ്രോപ്പർട്ടിക്ക് 3750 രൂപയുടെ ടാർഗറ്റാണ് ജെഫ്രി കൊടുത്തിരിക്കുന്നത്. അവരവർ പറയുന്ന കാര്യങ്ങൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിന് ഇന്ത്യയിലെ ഡിമാൻഡ് വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു. പല പ്രധാനപ്പെട്ട ബിൽഡേഴ്സിൻ്റെയും ഇൻവെൻട്രി, അതായത് വിൽക്കാൻ വെച്ചിരിക്കുന്ന പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റുകളുടെയും വില്ലകളുടെയും ഇൻവെൻട്രി സ്റ്റോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ 14 വർഷത്തെ ഏറ്റവും താഴത്തെ നിലവാരത്തിലാണുള്ളത്. കാരണം അത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കുറവ് സ്റ്റോക്ക് ഉണ്ടാകുന്നത്. സോ മാക്സിമം അവർ വിറ്റ് പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. 14 വർഷത്തെ ഏറ്റവും കുറവ് ഇൻവെൻട്രിയാണ് ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ കൈയാളുന്നത്. 5 വർഷം ഏകദേശം ഈ ഒരു ഡിമാൻഡ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്നും അവകാശപ്പെടുന്നു. സോ ഏതായാലും റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ മുകളിൽ, സെലക്റ്റീവായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ മുകളിൽ ജെഫ്രി ഇന്ത്യയിൽ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. മറ്റൊന്ന് സ്വിഗ്ഗിയുടെ മേത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. സ്വിഗ്ഗിയുടെ മേത്തിൽ പ്രധാനപ്പെട്ട ബ്രോക്കിംഗ് ഫേമായിട്ടുള്ള ബെർസ്റ്റൈൻ ഇനീഷ്യൽ കവറേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അവർ പറയുന്നത് സ്വിഗ്ഗി സൊമാറ്റോ കൈയാളുന്ന ഒരു ഫുഡ് ഡെലിവറി സിസ്റ്റം എന്ന ഫുഡ് ഡെലിവറി മാർക്കറ്റിൽ ഒരു ഡിയോപോളിയാണ് നടക്കുന്നതെങ്കിലും സ്വിഗ്ഗിക്ക് ഒരു വാല്യൂഷൻ വൈസ് ഇപ്പോഴും ഗ്യാപ്പ് ഉണ്ട്. സൊമാറ്റോക്ക് ഒരു പ്രീമിയം വാല്യൂഷനാണ്, സ്വിഗ്ഗി അതിൽ കുറവ് വാല്യൂ ചെയ്യപ്പെടുന്നു. പക്ഷേ സ്വിഗ്ഗിയുടെ പല പുതിയ ഇനീഷ്യേറ്റീവുകളും 5 മിനിറ്റ് കൊണ്ട് ഡെലിവറി, അതുപോലെ തന്നെ പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള തിങ്കിങ് വേഴ്സസ് ഈ ഒരു വരുന്ന സമയങ്ങളിൽ ആ ഒരു പ്രീമിയം വാല്യൂഷൻ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. 635 രൂപയാണ് സ്വിഗ്ഗിക്ക് ഇവർ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. ഏതായാലും 10 മിനിറ്റ് കൊണ്ടുള്ള ഡെലിവറി, ഇതൊക്കെ തന്നെ ഫലം കാണാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കമ്പനിയുടെ റവന്യൂവിലേക്ക് കൂടുതലായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഫുഡ് ഡെലിവറി സിസ്റ്റം സൊമാറ്റോ ബ്ലിങ്കറ്റിനെ സെപ്പറേറ്റ് സെഗ്രിഗേറ്റ് ചെയ്തതുപോലെ ഇവരും ഇവരുടെ ഭാവിയിൽ ഫുഡ് ഡെലിവറി സിസ്റ്റവും അതുപോലെ തന്നെ ഈ ഗ്രോസറി മറ്റുള്ളതൊക്കെ തന്നെ സ്വിഗ്ഗി മാർട്ടൊക്കെ ബാക്കി വേറെ ആക്കി മാറ്റാൻ സാധ്യതയുണ്ടെന്നുള്ള ബിസിനസ് മോഡലും കാണുന്നു. ഏതായാലും സ്വിഗ്ഗിക്ക് മുകളിൽ ഏകദേശം 58.3% അനലിസ്റ്റുകളും ഇത് കവർ ചെയ്യുന്ന 59% അനലിസ്റ്റുകളും ഇതിനെ ബൈ റേറ്റിംഗിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുള്ള വാർത്തയും കൂടി സ്വിഗ്ഗിയുടെ മുകളിലുണ്ട്. അതേസമയം 25% അനലിസ്റ്റുകളും ഇതിനെ സെൽ റേറ്റിംഗിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യമാണ്. ഏതായാലും ഇന്ത്യൻ ട്രാവൽ ആൻഡ് ടൂറിസം സെഗ്മെൻറ്റ്, അതുപോലെ തന്നെ സ്വിഗ്ഗി സൊമാറ്റോയുമായിട്ടുള്ള കമ്പാരിസൺ. പക്ഷേ ഇപ്പോഴും സൊമാറ്റോയിൽ എൻ്റെ വാല്യൂഷൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോഴും കംഫർട്ടബിളാണ്. സൊമാറ്റോ 225 റേഞ്ചിൽ നമുക്ക് വാങ്ങുകയാണെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 200 താഴെ സപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ പോലും ഒരു 270, 280, 290 റേഞ്ചിലേക്ക് ഇപ്പോഴും ഒരു ബൗൺസ് ബാക്കിന് സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് ഇപ്പോൾ സൊമാറ്റോ എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സൊമാറ്റോയുടെ നമ്മുടെ വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊമാറ്റോ ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങളൊരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 200 രൂപ നമുക്ക് സ്റ്റോപ്പ് ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് എടുത്തൊരു ഷോർട്ട് ടേമിലേക്ക് ഒരു 6 to 8 months ആണെങ്കിൽ ഒരു 260 to 280 റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കായിട്ടാണ് സൊമാറ്റോ ഇപ്പോൾ വിലയിരുത്താൻ പറ്റുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ റിസൾട്ടുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഉള്ളത്. നാളെയും ഏകദേശം 11 കമ്പനികൾ റിസൾട്ടുമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ലാർജ് കമ്പനിയായിട്ടുള്ള CESC, കൽക്കട്ട ഇലക്ട്രിസിറ്റി CESC, അതുപോലെ തന്നെ PCBL, കാർബൺ ബ്ലോക്ക് കമ്പനിയായിട്ടുള്ള PCBL, സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ടുള്ള ഇക്വിനോക്സ് ഇന്ത്യ, അതുപോലെ തന്നെ ബ്രൈറ്റോം ഡിജിറ്റൽ, ജസ്റ്റ് ഡയൽ പോലുള്ള കമ്പനികൾ നാളെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. മൈക്രോ ക്യാപ്പ് കമ്പനികളിൽ നിന്നുള്ള GNA, ആക്സൽ, ഹാത്വേ ഭവാനി, വിവിഡ് ലാബ്, വെലേച്ചന എഞ്ചിനീയറിംഗ്, ഇൻഫോമീഡിയ പോലുള്ള കമ്പനികൾ നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. അതേസമയം മറ്റന്നാൾ, അതായത് ശനിയാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനി അവന്യൂ സൂപ്പർ മാർക്കറ്റാണ്. ഈ ഒരു കമ്പനിയുടെ മുകളിൽ ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നാളെ ഇതിൻ്റെ മുകളിലുള്ള ആക്ഷൻ നമുക്ക് കണ്ടേക്കാം. മൈക്രോ ക്യാപ്പ് കമ്പനികളായിട്ടുള്ള കുന്താഗിരി സ്പിൻ, അതുപോലെ തന്നെ കോൺകോഡ് ഡ്രഗ്സും നാളെ ശനിയാഴ്ച റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നു. അടുത്ത ആഴ്ചയോട് കൂടി കൂടുതൽ കമ്പനികൾ റിസൾട്ടുമായിട്ട് വരും. സോ കമ്പനി നമ്മുടെ പുതിയ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഒരു പുതിയ ബൈയിങ് ആണ് നാളെ വരാൻ പോകുന്നത്. സോ ഫ്രഷ് ബൈയിങ് ഒരു ഇന്ത്യൻ US മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് അനുസരിച്ച് നമുക്ക് മാത്രമേ ഡയറക്ഷൻ പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഒരു ചെറിയ ബൗൺസ് ബാക്ക് ഉണ്ടായാൽ പോലും 23,700, 780 അല്ലെങ്കിൽ 800 റേഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ അതേസമയം വാല്യൂഷൻ വൈസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ തന്നെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കുറേ കാലം ഉണ്ടാകുമെന്നുള്ള എന്തായാലും ഒരു ബൗൺസ് ബാക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല സ്റ്റോക്കുകൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാല്യൂഷൻസിൽ വരുന്ന സമയത്ത് എൻട്രി എടുക്കാനുള്ള സമയമായിട്ട് തന്നെയാണ് കാണേണ്ടത്. പേഷ്യൻസ് ടെസ്റ്റ് ചെയ്തേക്കാം മാർക്കറ്റിൽ നിങ്ങൾക്ക് വളരെയേറെ. കാരണം വൺ സൈഡ് റാലി മാത്രമല്ല എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മുടെ ക്ഷമ പരിശോധിക്കുന്ന അവസരങ്ങളും മാർക്കറ്റ് നൽകാറുണ്ട്.
ക്ഷമ നശിച്ച് അവസാനം നമ്മൾ വിറ്റ് പോകുന്ന സമയത്തായിരിക്കും മാർക്കറ്റിൽ റിക്കവറി വരിക. സോ പേഷ്യൻസോട് കിട്ടുക. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ വിട്ടുപോകാൻ പറ്റില്ലല്ലോ. നിങ്ങളിപ്പോൾ ഒരു ഓഹരി വാങ്ങിയിരിക്കുന്നത് ആ ഒരു ഓഹരിയുടെ ഉടമസ്ഥാവകാശമാണ് വാങ്ങിയിരിക്കുന്നത്, ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശമാണ് വാങ്ങിയിരിക്കുന്നത്. സോ ഒരു ഓണർ എന്ന നിലയിൽ നമുക്കൊരു കമ്പനി 2-3 ദിവസം പെർഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു മാസം പെർഫോം ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ആ ബിസിനസ് ഇട്ട് പോകാൻ പറ്റില്ല, നിങ്ങളൊരു ഓണറാണെങ്കിൽ. അതേസമയം ഓഹരി ആണെങ്കിൽ നമുക്ക് വളരെ ക്ഷമകരമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്ത് നമുക്ക് ലാഭം കിട്ടണം എന്നുള്ള ചിന്ത വരും. അതല്ല, ആ ഒരു മൈൻഡ് സെറ്റ് കൂടി കൊണ്ടുവരിക. നിങ്ങളൊരു നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഓണർഷിപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ ചിലപ്പോൾ ആ കമ്പനിക്ക് ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് വെച്ച് നിങ്ങൾക്കത് വിറ്റ് പോകാൻ സാധിക്കില്ല. നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉള്ളിടത്തോളം കാലം ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു മനഃശക്തി കൂടി നിങ്ങൾ കാണിക്കണം. അല്ലാതെ 2-3 ആഴ്ച കൊണ്ട് പെട്ടെന്ന് മാർക്കറ്റിൽ ബൂം വരുന്നില്ല, മാർക്കറ്റ് സൈഡ് വൈസ് ആണെന്ന് വെച്ചുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങളുടെ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓക്കെ, അതിന് നമുക്ക് ബൈയോ സെല്ലോ ഡിസിഷൻ എടുക്കാം. അല്ലാതെങ്കിൽ ഒരു ജനറൽ മാർക്കറ്റ് കണ്ടീഷനാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി മാത്രം ഇക്വിറ്റി ഹോൾഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു കൾച്ചറാണ് നമുക്ക് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിലും വേണ്ടത്. 2 ദിവസം 3 ദിവസം കിട്ടാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മാർക്കറ്റിൽ കുറ്റവും പറഞ്ഞ്, അല്ലെങ്കിൽ സ്റ്റോക്കിനെ കുറ്റവും പറഞ്ഞു, കമ്പനിയെ കുറ്റവും പറഞ്ഞ് ഇട്ട് പോകുന്ന രീതിയല്ല. ഒരു ഓണറായിട്ട് ചിന്തിക്കുക. നിങ്ങളൊരു ഓണറാണെങ്കിൽ നിങ്ങളത് അങ്ങനെ ഇട്ട് പോകും, ഒറ്റ ദിവസം കൊണ്ട് ഇട്ട് പോയില്ല, അത് ഹോൾഡ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ വരും. ആ ബിസിനസ് മാക്സിമം നിങ്ങൾ അതിനെ സക്സസ് ആക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളിതിവിടെ പേഷ്യൻസ് ആയിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യാതെ മാത്രമേ ചെയ്യേണ്ടൂ. ബിസിനസ് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജനുവരി 16 റിലയൻസിൻ്റെ റിപ്പോർട്ട്, റിലയൻസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നുണ്ട്. റിലയൻസിൻ്റെ FMCG സെക്ടറിൽ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ മാർക്കറ്റ് വളരെയേറെ പ്രതീക്ഷ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്പെൻഡിങ് കൂട്ടാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കൂടുതലായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വരും. പുതിയ ടാക്സ് സ്ലാബ് വരും, 15 ലക്ഷം വരെയുള്ള ടാക്സ് സ്ലാബ് കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷിപ്പിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡേഴ്സിനെയൊക്കെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റുമെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മസ്താവ് ഡോക്കും ഗാർഡൻ ഷീപ്പ് റീച്ചിങ്ങും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ഇനിയിപ്പോൾ ജനുവരി 20 ട്രംപിൻ്റെ അധികാരത്തിന് ശേഷം നമ്മൾ വീണ്ടും ഫോക്കസ് ചെയ്യുക ബഡ്ജറ്റിൻ്റെ ഫോക്കസിലായിരിക്കും. ആ ബഡ്ജറ്റിൻ്റെ ഫോക്കസിൽ നമുക്ക് ചിലപ്പോൾ ഒരു റാലി വരെ കിട്ടാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ ഏതായാലും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. മാർക്കറ്റ് ചില ദിവസങ്ങളിലും ചില ആഴ്ചകളും ചിലപ്പോൾ ഇതേപോലെ നമ്മുടെ ക്ഷമയെ പരീക്ഷിച്ചേക്കാം. അത് ഓവർകം ചെയ്ത് മുന്നേറുന്നവനാണ് യഥാർത്ഥ ഇൻവെസ്റ്റർ എപ്പോഴും സക്സസ് ആയിരിക്കുന്നത്. സോ പുതിയ ബൈയിങ് എന്ന് പറയുന്നത് വളരെ കൺട്രോൾ, നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് മാത്രം, അല്ലെങ്കിൽ മാക്സിമം ലിവറേജ് ഒഴിവാക്കിക്കൊണ്ട് കഴിയുന്ന ക്വാണ്ടിറ്റി മാത്രം ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട അഡ്വൈസ് എന്ന് പറയാൻ ഉള്ളത്. അപ്പോൾ നോക്കാം മാർക്കറ്റിൽ നാളെയും എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഏതായാലും തീമാറ്റിക് ആയിട്ടുള്ള റിപ്പോർട്ട് മണപ്പുറം ഫിനാൻസ്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മണപ്പുറം ഫിനാൻസിൻ്റെ ആശീർവാദ് മൈക്രോ ഫിനാൻസിനുള്ള ബാന് RBI പിൻവലിച്ചിട്ടുണ്ട്. 2021 ഒക്ടോബറിലോ മറ്റോ കൊണ്ടുവന്നിരുന്ന ഒരു ബാനായിരുന്നു ഇത് ഗവൺമെൻറ് ഇപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. മണപ്പുറത്തിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. കാരണം മണപ്പുറത്തിൻ്റെ മൊത്തം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 25% ഈ ഒരു ആശീർവാദ് ഗ്രൂപ്പിൻ്റെതാണ്. അപ്പോൾ ആശീർവാദിൻ്റെ ഇനിയിപ്പോൾ ലോൺ ഡിസ്പേഴ്സ് ചെയ്യാം, ഇനി അവർക്ക് ലോൺ കൊടുക്കാം, കളക്ട് ചെയ്യാം, അങ്ങനെയുള്ള ആ ഒരു ബാനൊക്കെ നീക്കി അത് മണപ്പുറത്തിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മണപ്പുറം ഫിനാൻസസിന് തടസ്സമായിരുന്ന ആശീർവാദ്, ഇനി ആശീർവാദിന് 1500 കോടി രൂപയുടെ IPO ഒക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി IPO അവർ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സോ ഏതായാലും മണപ്പുറത്തിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ മേഖലയിൽ പോസിറ്റീവാണ്. തീമാറ്റിക് റിപ്പോർട്ടായിട്ടുള്ള ട്രാവൽ ആൻഡ് ടൂറിസം ഇതൊക്കെ തന്നെ നല്ലതായിട്ട് തന്നെ വരട്ടെ. സെൻകോ ഗോൾഡിൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് നാളെ 23,750 to 23,800 വളരെ ക്രൂഷ്യലായിട്ട് നോക്കുക. US മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ 23,350 താഴെ നമുക്ക് നിഫ്റ്റിയിൽ വീക്ക്നെസ് ഉണ്ടാവും. ആ സമയത്തുള്ള കാര്യങ്ങൾ വീഡിയോ വഴി അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് വീഡിയോയിലേക്ക് നമ്മുടെ ചാനലിലേക്ക് ട്യൂൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ അഡ്വൈസറി സർവീസസും മറ്റുമായിട്ട് ഞങ്ങളുടെ പെയ്ഡ് ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന, അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.